രാജകേശവദാസ് നിർമ്മിച്ച അതിപുരാതനമായ നഗരമാണ് ആലപ്പുഴ. 52 വാർഡുകളാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മനോഹരമായ കടൽത്തീരങ്ങളടങ്ങിയ തീരദേശ വാർഡുകളാണ്. തീരദേശ വാർഡുകളിലൂടെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ആവേശങ്ങളിലൂടെ ന്യൂസ് 18 നിന്ന് സഞ്ചരിക്കുകയാണ്. ഒരുപാട് ടൂറിസം സാധ്യതകളൊക്കെ ഉള്ള ഒരിടമാണ് വാടക്കൽ, അല്ലേ? ഒരു ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി പറ്റുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു ഭൂപ്രദേശമാണ്. അപ്പോൾ UDF എന്തൊക്കെയാണ് വോട്ടർമാരുടെ മുന്നിലേക്ക് വെക്കാൻ കഴിയുക? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങൾ വെക്കുക? തീർച്ചയായിട്ടും ഇതൊരു തീരദേശ ഗ്രാമമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പരിച്ഛേദം, ഈ വാർഡിൻ്റെ പരിച്ഛേദം എടുത്തിട്ട് നമ്മളൊരു പ്രകടന പത്രിക പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ഒരു സുസ്ഥിര വികസന കേന്ദ്രമാക്കി ഇതിനെ മാറ്റുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചിന്തയാണ് അല്ലെങ്കിൽ ലക്ഷ്യമാണ് നമുക്കുള്ളത്. മറ്റൊന്ന് കാർബൺ ന്യൂട്രൽ ഗ്രാമ തീരപ്രദേശമാക്കുക എന്നുള്ളതാണ്. അത് കൂടാതെ നമുക്കറിയാം ഈ ഗ്രാമത്തിൽ, ഈ വാർഡിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളാണ്. അവർ സാധാരണ മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരുമ്പോൾ അവർക്ക് കൃത്യമായി വിശ്രമിക്കാനോ അവരുടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ സൂക്ഷിക്കുവാനും ഒക്കെ ഉള്ളൊരിടം അത് 2015-20 UDFന്റെ നഗരസഭ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മത്സ്യഗന്ധിയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അത് കൂടുതൽ സൗകര്യത്തോടുകൂടെ നമ്മൾ ഒരു കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ഒരു ഫിഷർമെൻ ഫെസിലിറ്റി സെന്ററാക്കി നമ്മൾ രൂപപ്പെടുത്തും. അതുപോലെ തന്നെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു, ഇവിടെ LDF UDF ഉള്ളൂ, NDAക്ക് സ്ഥാനാർത്ഥി ഇല്ല, അല്ലെ? നിങ്ങൾക്ക് അത്രയും ഒരു കുറഞ്ഞു. അത് ശരിക്കും എല്ലാ വാർഡുകളിലും 3 മുന്നണികളും സ്വതന്ത്രന്മാരും ഒക്കെയാണ് ഉള്ളത്. ഇവിടെ LDF UDF എന്ന ഇതാണ്. തീർച്ചയായിട്ടും LDF UDF തമ്മിലുള്ള പോരാട്ടമാണെങ്കിൽ പോലും ഈ മറ്റ് ചിന്താധാരകളിലുള്ളവരും ഈ ഇവിടുത്തെ വികസനം, ഈ 2015-20 കാലയളവിൽ ഈ വാർഡിൽ നടത്തിയിട്ടുള്ള വികസനങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അവർ വോട്ടായി മാറും. അതിന് യാതൊരുവിധ സംശയത്തിനും ഇടം നൽകുന്നില്ല. അതാണ് ഈ വാർഡ് വലിയ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു വാർഡാണ്. നമുക്കറിയാം, നഗരസഭയുടെ എൻഡ് ആണെങ്കിൽ പോലും പറഞ്ഞതുപോലെ തന്നെ മത്സരം വളരെ വാശിയേറിയതാണ്. ആ രീതിയിലാണ് ഉള്ളത്. എന്തായാലും മറ്റിടങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോവാം. പാടപ്പുഴിക്കാർക്ക് വായനശാലയൊക്കെ ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഉഷാറാണോ ഇവിടെ തെരഞ്ഞെടുപ്പ്? ഉഷാറായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പിന്നെ നല്ലത് ചെയ്യുന്ന ആരാണോ അവർക്ക് വോട്ട് ചെയ്യും. എങ്ങനെയുണ്ട് ഇപ്പോൾ വാടപ്പുഴി ഇത്തവണ ആർക്ക് അനുകൂലമായിരിക്കും എന്നൊക്കെ കരുതുന്നു? നല്ല മത്സരമാണ് ഇവിടെ. 2 നാട്ടുകാരാണ്, സുഹൃത്തുക്കളാണ്, പ്രത്യേകിച്ച് അറിയപ്പെടുന്ന 2 വ്യക്തികൾ. നമുക്കിപ്പോൾ ആരോടും പിന്നെ മനസ്സിൽ വെക്കുന്നതല്ലേ നല്ലത്. എങ്ങനെയുണ്ട് ഇതൊരു കോൺഗ്രസ്, നേരത്തെ കോൺഗ്രസ് ആയിരുന്നു ഈ, അല്ലേ? വാടക്കൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മുനിസിപ്പാലിറ്റി 36 വാർഡ് എന്ന് പറയുന്നത് 36 നിൽക്കുമ്പോൾ ഇപ്പൊ 27, അല്ല ഇപ്പൊ 27, 40. ഇവിടെ UDFന്റെ സീറ്റ് ആയിരുന്നു. ഇത് മാറി മറിഞ്ഞ് 1-2 പ്രാവശ്യമൊക്കെ LDFന് കിട്ടി. ഇപ്പൊ ഈ കിടക്കണ കിടപ്പ് ടൈറ്റ് മത്സരം. ഇവിടെ ആടക്കല് ഇപ്പൊ നടക്കുന്ന ടൈറ്റ് മത്സരം, ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ്. ഇവിടെ വരും. അത് കഴിഞ്ഞാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇത് LDFലേക്ക് പോയത്. നിലവിൽ ഇപ്പൊ നിൽക്കുന്ന ഒഴുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റും. കാരണം 2 പേരും ടൈറ്റ് മത്സരമായിട്ടാ തോന്നുന്നത്. പിന്നെ സീറ്റിന് പിടി വലിയ കൊണ്ടായിരുന്നു, അങ്ങനെ പോയി. ത്രികോണ മത്സരം ഇല്ല. BJP സ്ഥാനാർത്ഥി ഇല്ലാത്ത വാർഡ് കൂടി ആയിട്ടാ തള്ളിപ്പോയല്ലേ നോമിനേഷൻ? അങ്ങനെ ഒരു കൂട്ടം സമാധാനം. അതാണ് സമാധാനം. നമുക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വേണ്ടേ? 3 പേര് വരുമ്പോഴാണ്, അല്ലെങ്കിൽ 3-ലധികം സ്വതന്ത്രരും ഒക്കെ വരുമ്പോഴാണ് ടൈറ്റ് മത്സരം. അങ്ങോട്ട് പഞ്ചായത്താ, അത് ആ വീട് വരെ മുനിസിപ്പാലിറ്റി. തൊട്ടപ്പുറത്ത്, അതായത് നമ്മള് കാലെടുത്ത് അങ്ങോട്ട് വെച്ചാല് ഒരു ലൈൻ വീട് അപ്പുറത്ത് പഞ്ചായത്ത്. ഏത് പഞ്ചായത്ത്? പുന്നപ്രയാ? ഒന്നാം വാർഡ്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് അല്ലേ? പഞ്ചായത്ത് 1-ാം വാർഡ്. അതാണ്. അതായത് ഇവരപ്പുറം ഇപ്പുറം നിൽക്കുന്നവരാണ്, പക്ഷെ ഇവർ ഇപ്പുറത്താണ്. എല്ലാവരുടെയും ബഹളം കേൾക്കാം ഇവിടെ. ആണല്ലേ? പുന്നപ്രയിൽ വരും, വാടക്കൽ നിന്നും വരും, എല്ലാ ഇവിടെയൊക്കെ ആയിരിക്കും. നമ്മളിപ്പോ നിൽക്കുന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്തിന്റെയും ആലപ്പുഴ നഗരസഭയുടെയും നടക്ക് ആയുള്ള ആ ബോർഡർ ലൈനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇവർ പറഞ്ഞ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പ്രചാരണം കേട്ടോണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം ഇവർക്ക് ചെവിക്ക് റെസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭയില് BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു വാർഡെന്ന പ്രത്യേകത കൂടി വാടക്കലിനുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ മത്സരം? കുഴപ്പമില്ല, ശക്തമായ മത്സരമാണ്. മുട്ടോയും
വിഷ്ണു നല്ല ശക്തനായ 2 ടീമാണ്. ഓക്കെ, ഈ വാറും ഇത്തവണ വാടക്കല് തീർച്ചയായിട്ടും എന്തൊരു സാഹചര്യം വാടക്കൽ ശതമാനവും വിഷ്ണുവിന്റെ കയ്യിലാണ്. പറയാൻ പറ്റുന്ന വിഷ്ണുവിന്റെ ഇല്ല, നല്ലൊരു നേതാവാണ്, കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് ഇവിടെ നല്ല വികസനമായിരുന്നു. അതിന്റെ പുറത്ത് കുഴപ്പമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. തീരദേശ വാർഡാണല്ലോ, അപ്പം നിങ്ങൾക്ക് അടിസ്ഥാനപരമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാരാണ്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് മാറി, നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇവിടെ വാടക്കൽ. സുധാകര സാറിന്റെ കഴിവാണ് ഞങ്ങൾ ഈ കാണുന്ന റോഡ്. സുധാകര സാറിന്റെ കഴിവാണ് ഈ കിടക്കുന്ന റോഡ്. ഈ മാറി സ്ഥലം തീർച്ചയായിട്ടും വികസനം എന്ന് പറയുന്നത് ഈ കണ്ടത് ഈ കഴിഞ്ഞിടക്കണം. ഈ ഒരു 10 വർഷം 9 വർഷം കൊണ്ട് നല്ലൊരു വികസനം കണ്ടത്. കാര്യം ഞങ്ങളുടെ ഇവിടം വരെ ഉണ്ടാകുന്ന റോഡുണ്ടായിരുന്നു, ഈ നിൽക്കുന്ന ഇവിടം വരെ ഉണ്ടായിരുന്നു. നല്ല എനിക്കൊരു കടയോ എന്തെങ്കിലും തൊഴിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് എനിക്ക് ബിൽഡിങ്ങിൻ്റെ ഒക്കെ എന്തോ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ റോഡ് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ എല്ലാവർക്കും ഈ വരുന്ന റൂട്ടിൽ എല്ലാവർക്കും നല്ലൊരു ഉണർവാണ്. നമ്മൾ ഈ കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഈ പാലത്തിന്റെ ഭാഗം ജോയിൻ ചെയ്യാൻ കഴിയാതെ തീരദേശ റൂട്ടുമായിട്ട്, അത് പ്രധാന ഒരു തീരദേശ പാതയാണ്, ഇത് സമാന്തര ഹൈവേ ആണ്, തീരദേശ ഹൈവേ ആണ്. ഈ പിന്നിൽ കാണുന്ന ഭാഗം ജോയിൻ ചെയ്യാൻ പറ്റാതെ, ഈ പാലത്തിന്റെ ഭാഗത്ത് സ്ഥലം എടുക്കാൻ പറ്റാതെ ഒരുപാട് പ്രതിസന്ധി നിന്നു. അത് വർഷങ്ങളോളം റോഡ് ഇങ്ങനെ 2 എൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ മാറിയിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമായി, ടൂറിസം സാധ്യതകളേറിയ ഒരിടമായി മാറിയിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും ഇനിയും ആളുകളോട് നമുക്ക് സംസാരിക്കാനുണ്ട്. തൊട്ടടുത്ത് ഒരുപാട് വള്ളങ്ങളുണ്ട്, വള്ളങ്ങൾ കയറ്റിയിട്ടുള്ളവരുണ്ട്, മത്സ്യബന്ധനം ഉപേക്ഷിച്ച മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരോടൊക്കെ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. വാടക്കൽ സ്ഥാനാർത്ഥികളെയും ഒക്കെ നമുക്ക് കണ്ടുവരാം. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നത് തീരദേശ മേഖലകളിലാണെന്ന് പറയാം. നമ്മളിപ്പോൾ ഉള്ളത് വാടക്കൽ വാർഡിലാണ്. നമുക്ക് പിന്നിലേക്ക് നോക്കിയാൽ അതിമനോഹരമായ ഒരു ഭൂപ്രകൃതിയാണ്. വാടക്കൽ പൊഴിയുടെ തൊട്ടടുത്താണ് നമ്മളുള്ളത്. ടൂറിസം സാധ്യതകൾ ഒരുപാട് ഉള്ള ഒരു ഇടം കൂടിയാണ്. അതൊക്കെ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഓരോ സ്ഥാനാർത്ഥികളും ലക്ഷ്യം വെക്കുന്നത്? ജനങ്ങൾക്ക് മുന്നിലേക്ക് അവർ എന്ത് ഓഫറാണ് വെക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇനി ചോദിച്ചറിയേണ്ടത്. നമ്മളോടൊപ്പം ഇടതുപക്ഷ സ്ഥാനാർത്ഥി വാടക്കലിലെ VG വിഷ്ണു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വിഷ്ണു, വാടക്കൽ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമായി മാറിയിരിക്കുന്നു. എന്താണ് ഇടതുപക്ഷം വാടക്കൽ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്? വികസനത്തിൻ്റെ അജണ്ട തന്നെയാണ് ഞങ്ങൾ പൊതുവായി ചർച്ച ചെയ്യുന്നത്. കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് വരാൻ കഴിഞ്ഞത് ഈ വാടപ്പുഴി പാലം പൂർത്തീകരിച്ചുകൊണ്ടാണ്. തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ സൗകര്യങ്ങളിലൊരു കീറാമുട്ടിയായിരുന്നു വാടപ്പുഴി പാലം. ആ പാലം യാഥാർത്ഥ്യമായതോടുകൂടി ആ തീരദേശത്തെ ജനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടായി. മറ്റിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഈ പ്രദേശത്തേക്ക് വരാൻ കഴിയുന്ന സൗകര്യമുണ്ടായി. ഇപ്പോൾ ഈ വാടക്കലൊരു ഗ്രാമാന്തരീക്ഷമുള്ള നഗരപ്രദേശം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ്. നഗരത്തിൻ്റെ അതിർത്തിയിൽ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് വാടപ്പുഴയുടെ തീരം. ഇവിടെ ഇപ്പോൾ നമുക്ക് പുറകിൽ കാണുന്ന ഈ പ്രദേശം വലിയ കാടായിരുന്നു. ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു ഭാവി വാടക്കലിന് വേണ്ടിയുള്ളൊരു പരിപാടി സംഘടിപ്പിച്ചു. ധാരാളം തദ്ദേശീയരായ ജനങ്ങളിവിടെ വന്നു. ഭാവി വാടക്കലിനെ കുറിച്ച് അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ഞങ്ങൾ അവിടെ വന്ന അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ച് വാടക്കലൊരു പുതിയ മുഖം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. തീരദേശ ഗ്രാമങ്ങളിൽ നിന്ന് നമുക്ക് ഇനി നഗരപ്രദേശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. മുല്ലയ്ക്ക് ഉൾപ്പെടെയുള്ള നഗരത്തിന്റെ ഹൃദയഭാഗങ്ങളുണ്ട്. അവിടെയും ഒക്കെ വലിയ തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ്. ഇതാണ് ആലപ്പുഴയിലെ ഏറ്റവും മനോഹരമായ സീവ്യൂ വാർഡ്. ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ്. ഒപ്പം തന്നെ നമുക്ക് പിന്നിൽ കാണുന്ന പുരാതനമായ കെട്ടിടങ്ങൾ, ഓൾഡ് റിലയൻസ് ബിൽഡിംഗ് ആണ് തൊട്ടുപിറകിൽ. തൊട്ടപ്പുറത്ത് AVT ഉണ്ട്, തൊട്ടപ്പുറത്ത് അതിമനോഹരമായ മുപ്പാലമുണ്ട്. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ ആലപ്പുഴയുടെ ഒരു കേന്ദ്രമാണ് സീവ്യൂ വാർഡ്. ഇവിടെയും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത്. ആദ്യം നമുക്ക് സീവ്യൂ വാർഡിലെ കാഴ്ചകളൊന്ന് കാണാം, പിന്നീട് സ്ഥാനാർത്ഥികളെയും. ആലപ്പുഴയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഏരിയയാണ് സീവ്യൂ വാർഡ് എന്ന് പറയുന്നത്. ബീച്ച് വാർഡിനോടടുത്ത് നമ്മൾ ടൂറിസം ഒരുപാട് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷ കാലയളവായി വളരെ വേഗത്തിൽ തന്നെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു കാലത്ത് ഭയങ്കര ഭീകരാവസ്ഥയായിരുന്നു. അതായത് ഒരു 10 വർഷം മുമ്പേ ഇങ്ങോട്ടേക്ക് പെൺകുട്ടികൾ വരാറേ ഇല്ല, ആൾക്കാരും വരാതിരുന്ന ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റ്സ് നോക്കിക്കേ. ഓപ്പൺ ജിമ്മുണ്ട്, ഒരുപാട് യുവാക്കന്മാരൊക്കെ അവരുടെ എൻ്റർടൈൻമെൻറ്റിനും ഫാമിലി അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു. ഓപ്പോസിറ്റ് ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളും. ശരിക്കും വരാൻ പേടിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഒരു നൈറ്റ് വൈബ് തന്നെയാണ് സർക്കാർ കൊണ്ടുവന്നത്. നമ്മളിപ്പോൾ ഉള്ളത് UDFന്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ് ഉള്ളത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ വാർഡിലാണുള്ളത്. ഇവിടെയും അവസാനഘട്ട പരിപാടികളൊക്കെയാണ് അവർ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ആലപ്പുഴ നഗരസഭയുടെ തീരദേശ വാർഡുകൾ ഉൾപ്പെട്ട ഒരു വാർഡ് കൂടിയാണ് ഈ UDFന്റെ റെയിൽവേ സ്റ്റേഷൻ വാർഡ്. ഇങ്ങനെയാണ് ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉഷാറാണോ? നല്ല ഉഷാറാണ്.
എന്താണ് തെരഞ്ഞെടുപ്പിൽ UDF ഇത്തവണ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? ആലപ്പുഴ നഗരസഭയിൽ 2015-20 കാലഘട്ടത്തിൽ ശ്രീ തോമസ് ജോസഫ് ചെയർമാനായിരുന്ന ആ കാലഘട്ടത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ കൗൺസിലറാണ് ഞാൻ. ഈ റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ പ്രിയപ്പെട്ട ജനങ്ങൾ 2015-20 കാലഘട്ടത്തിൽ എന്നെ അവരുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തു. ആ കാലഘട്ടത്തിലാണ് എക്കാലത്തെ ഈ വാർഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടന്നത്. എന്താണ് പുതുതായി ജനങ്ങൾക്കായി നൽകാനായി UDF നൽകുന്ന വാഗ്ദാനം എന്താണ്? ഇതൊരു തീരദേശ വാർഡാണ്. നേരത്തെ പറഞ്ഞതുപോലെ ആലപ്പുഴ ബീച്ചിൻ്റെ പകുതി ഭാഗം ഏകദേശം കടൽപ്പാലം വരെ ഈ റെയിൽവേ സ്റ്റേഷൻ വാർഡിൽ ഉണ്ടായിരുന്നു. ആലപ്പുഴ ബീച്ചിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതെ, ആ ഭാഗം വെളിച്ചം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്, അവിടെ വെളിച്ചമില്ല എന്നൊക്കെ. അവിടെ ഞാൻ കൗൺസിലറായിരുന്ന കാലഘട്ടത്തിലാണ് അവിടെ 4 ഹൈമാസ് ലൈറ്റുകൾ, കടൽപ്പാലം മുതൽ കാറ്റാടി പാർക്ക് വരെ 4 ഹൈമാസ് ലൈറ്റുകൾ. അതുകൂടാതെ ആ പാർക്ക് ആലപ്പുഴയിലെ രാവിലെ നടക്കാൻ വരുന്ന ജനങ്ങൾക്ക് വ്യായാമം ചെയ്യുവാൻ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമൃത് പദ്ധതിയിൽ 48 ലക്ഷം രൂപ വെച്ച് 90% പണി പൂർത്തീകരിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇന്ന് ഏറ്റവും വളരെ മനോഹരമായി ആ ബീച്ചിൻ്റെ തെക്കേ അറ്റത്തുള്ള പാർക്ക് സ്ലിപ്പൊക്കെ കൊടുക്കാൻ തുടങ്ങി അല്ലേ? എല്ലാം സെറ്റാണ്, സ്ലിപ്പെല്ലാം സെറ്റാണ്. സ്ലിപ്പൊക്കെ തീർന്നിരിക്കുകയാണ് കൊടുത്ത്. പിന്നെ കുറച്ച് ബാലൻസ് നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടെത്താനുണ്ട്. അവരെ കൂടെ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഉഷാറാണ്. അതാണ് UDF കോളങ്ങളിൽ എല്ലാം സെറ്റാണ്. മൊത്തത്തിൽ നിങ്ങൾ എല്ലാം നല്ല രീതിയിലുള്ള പോകുന്നു. വലിയ പ്രതീക്ഷയുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്തു നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ആ ജനങ്ങൾ അത് ഉൾക്കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഞങ്ങൾ ആത്മവിശ്വാസമുണ്ട്. അതാണ് എന്തായാലും നമ്മളിപ്പോൾ കണ്ടത് റെയിൽവേ സ്റ്റേഷൻ വാർഡിലെ UDF ക്യാമ്പാണ്. ഇനിയും മറ്റ് LDFന്റെ ക്യാമ്പുകളൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. എങ്ങനെയാണ് അവർ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതൊക്കെ കാണേണ്ടതുണ്ട്. അവരെയൊക്കെ ഒന്ന് നമുക്ക് കണ്ടുവരാം. നമ്മളിപ്പോൾ ഉള്ളത് തുമ്പോളി സൗത്തിലാണ്. എങ്ങനെ പോകുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് തന്നെ പോവുകയാണ്. നല്ല രീതിയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇത് ജൂലിയൻ ജോസഫ് LDFന്റെ സ്ഥാനാർത്ഥിയാണല്ലേ? ഞാൻ പരിചയപ്പെടുത്തുന്നു. അതെ. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ പുതുതായി രൂപം കൊണ്ട തുമ്പോളി സൗത്ത് എന്ന 53-ാം വാർഡാണ്. ഇവിടെ പ്രധാനമായും ഈ പറഞ്ഞതുപോലെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക. തീരദേശ മേഖലയാണല്ലോ, നല്ല തീരമുള്ള കടൽ തീരമുള്ള സ്ഥലമാണ്, ഓപ്പൺ ബീച്ചാണ്. അപ്പോൾ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള കാര്യം നമ്മുടെ പരിഗണനയിലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചില പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ചില റോഡുകളുണ്ട്, വെള്ളക്കെട്ടിൻ്റെ പ്രശ്നമുണ്ട്. അതിനൊക്കെ ശാശ്വത പരിഹാരം കാണണം. അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കണം. അങ്ങനെ ഒരുപാട്. അതൊക്കെയാണ് നിങ്ങളുടെ പുതിയ വാർഡിലെ സ്ഥാനാർത്ഥി അല്ലേ? എനിക്കൊന്ന് ആദ്യത്തെ മത്സരം നടക്കുന്ന ആദ്യത്തെ വാർഡാണല്ലേ? ആദ്യത്തെ LDFന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്. അതായത് തുമ്പോളി സൗത്തിലെ ആദ്യ സ്ഥാനാർത്ഥിയാണ്. അതെ, ആ വാർഡിന്റെ ചരിത്രത്തിൽ അതെ LDF സ്ഥാനാർത്ഥിയാണ്. അതെ, നന്നായി പാട്ട് പാടുകയും ചെയ്യല്ലേ നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി. ഞങ്ങൾ കേട്ടിരുന്നു ആ പാട്ടൊന്ന് പാടാവോ? അന്തിവിണ്ണിലം വിളിക്കല തിളങ്ങണുണ്ട് ചങ്കു തൊട്ടു പാടു പൈങ്കിളി നമ്മൾ നട്ട വെള്ളരിക്കിന വിളഞ്ഞുവാനിൽ ചെഞ്ചുകപ്പു താരമായടി നിന്റെ കണ്ണിൽ എന്റെ കണ്ണിലും നിലാവെളിച്ചമൊന്നു പോലെ തുള്ളി വീണടി കണ്ണുനീർ തുടച്ചിതാരൊരാൾ കരം പിടിച്ചു നമ്മളെ നടത്തിടുന്നടി. അപ്പൊ നമുക്ക് ഇത് തുമ്പോളി വാർഡിലെ മറ്റു കാര്യങ്ങൾ, അതായത് ആദ്യമായി രൂപം കൊണ്ട വാർഡാണ്, പുതിയതായി രൂപം കൊണ്ട വാർഡാണ്. എൻ്റെ പേര് RMജിത് കുമാർ. ഞാൻ ആലപ്പുഴ തീരദേശത്തെ വാടക്കനാൽ എന്നൊരു വാർഡിലെ ഐക്യജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമായി ഞാൻ കാണുന്നത് കാരുണ്യ വാർഡ് എന്നൊരു കൺസെപ്റ്റാണ് എനിക്കുള്ളത്. കാരുണ്യ വാർഡെന്ന് വെച്ചാൽ പരമ്പരാഗത വികസന സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ ബാധിക്കുന്ന ഇടപെടലുകൾ നടത്തുക. നിലവിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ജനപങ്കാളിത്തത്തോടുകൂടി ജനകീയമായ ചർച്ച നടത്തി ഉൾക്കൊള്ളുകയും അതിനോടൊപ്പം തന്നെ വേദനിക്കുന്ന മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ചവിട്ടിക്കയറുന്ന പദ്ധതി. എന്നെ ആകർഷിച്ച എൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ വാർഡിൽ ഉള്ള 19 വയസ്സുള്ള സഹോദരി തളർന്നു കിടക്കുകയാണ്. ആ സഹോദരി ഉപയോഗിക്കുന്ന ഡയപ്പർ കത്തിക്കാൻ വേണ്ടി 2 ദിവസം കൂടുമ്പോൾ 250 രൂപയാണ് ചിലവാക്കുന്നത്. ഒരു ഡയപ്പർ കത്തിക്കാൻ പോലും 250 രൂപ മുടക്കുന്ന നിരാലംബരായിട്ടുള്ള മനുഷ്യർ. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ടൗണിൽ പോലും ഓക്സിജൻ സിലിണ്ടർ ഒന്ന് ഫില്ല് ചെയ്യണമെങ്കിൽ സ്വകാര്യ വ്യക്തികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ്. ഞാൻ ഈ സ്ഥാനാർത്ഥി നിലയിൽ എനിക്ക് പോലും നാളെ ഒരു ഡയാലിസിസ് വേണ്ടി വന്നാൽ 230-നടുത്താണ് ആലപ്പുഴയിലെ ഡയാലിസിസ് സെന്ററിലെ വെയിറ്റിംഗ് ലിസ്റ്റ്. വികസന കാര്യങ്ങളിൽ ആലപ്പുഴയ്ക്ക് ഇനിയുമേറെ മുന്നേറാനുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം സാധ്യതകളെ വേണ്ടത്ര രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ.
ആലപ്പുഴയ്ക്ക് എന്താണ് വേണ്ടത്? ആലപ്പുഴക്കാർക്ക് തന്നെ നമ്മളോട് പറയട്ടെ. ഒരുപാട് വാഗ്ദാനങ്ങളുമായി തെരഞ്ഞെടുപ്പ് വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ? എന്തൊക്കെ ആവശ്യങ്ങളാണ് ആലപ്പുഴക്കാർ, പ്രത്യേകിച്ച് നിങ്ങൾ ബീച്ചോട് ചേർന്ന് ഓട്ടോറിക്ഷ ഓടുന്ന ആളുകളാണ് അല്ലേ? എന്തൊക്കെ റിക്വയർമെന്റ്സ് ആണ് നിങ്ങൾക്ക് സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്? സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ 2-3 വാർഡിന്റെ ഒരു എൻഡാണ് ഇത് കാണുന്നത്. ഏതൊക്കെ വാർഡാ അത്? അതായത് CB വാർഡ്, ബീച്ച് വാർഡ്, സിവിൽ സ്റ്റേഷൻ, ഇതെല്ലാം വരും. ഈ വാർഡിൽ പെട്ടതാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ ലൈറ്റ് എന്ന് പറയുന്ന സാധനമില്ല ആലപ്പുഴ ബീച്ചിൽ. പിന്നെ തെരുവ് നായി ശല്യം ഭയങ്കര കൂടുതലാണ്. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും ആയിട്ടില്ല. ഈ വർക്ക് നടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നത് അങ്ങനെ ആകുന്നത്. അതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. വെട്ടമില്ലാത്തതാണ് ഏറ്റവും വലിയ മെയിൻ പ്രശ്നം. അതായത് ഈ റോഡ് നിർമ്മാണത്തിൻ്റെയൊക്കെ ഭാഗമായി വെളിച്ചക്കുറവ് നിങ്ങളുടെ ഒരു രാത്രികാലങ്ങളിൽ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ അപര്യാപ്തമാണ് ഇവിടെ. കാരണം ഈ ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് ഏത് സമയത്തും പല സ്ഥലത്തു നിന്ന് വണ്ടി ഓടി വരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ രാത്രി ഒരു 8:30-9 മണി കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ഇല്ല. ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉള്ളത് തുറന്നു കൊടുത്തിട്ടുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് ആലപ്പുഴ നഗരത്തിൽ നിരവധി ആളുകൾ എത്തുന്നതാണ്. അതായത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തു നിന്നുമൊക്കെ വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുന്ന ഇടമാണ് ആലപ്പുഴ. പക്ഷേ ഒരു കൃത്യമായൊരു ശൗചാലയമോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോ ഈ ബീച്ചിലില്ല എന്നുള്ളത് ഏറ്റവും നാണക്കേടാണെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വരുമ്പോൾ വൃത്തിയുള്ളൊരു സാഹചര്യത്തിൽ അത്തരത്തിൽ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു ഇടമില്ല എന്ന് പറയുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇത് എത്ര നാളായി തുറന്നിട്ട് കൂട്ടിയിട്ടിട്ട് ഇതല്ല ഈ ശൗചാലയം പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇത്. ഇവിടെ എത്ര യാത്രക്കാർ ഓടുന്നത് കണ്ടാണ്ടല്ലോ നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നും. അതെ, അതായത് ഇപ്പൊ ഹോം സ്റ്റേകളിലൊക്കെ ആളുകൾ വരുവാണെങ്കിൽ ആദ്യം ബാത്റൂമിൽ പോകാനാ ചോദിക്കുന്നത്. വന്നിട്ട് ചോദിക്കുന്ന ബാത്റൂമാണ്. പൊതു ഇടങ്ങൾ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇവിടുന്ന് കളക്ടർ ഞങ്ങൾ പറഞ്ഞു. ആ കളക്ടർ പോയി ഇപ്പം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടുത്ത് നമ്മൾ പറഞ്ഞു. അവരും പറയുന്നത് ഞങ്ങളെല്ലാം പറയുന്നുണ്ട്. വെട്ടം എന്ന് പറഞ്ഞ സാധനം ഈ ബീച്ച് കാണത്തില്ല. വെട്ടം ഒട്ടുമില്ല. വെട്ടം നിർമ്മാണം നടക്കുന്നുണ്ട്, അപകട സാധ്യതയുണ്ട്. ഇത് കണ്ടില്ല, ഈ റോഡിന്റെ കിടപ്പ് തന്നെ എത്ര വണ്ടിയാണ് ഇവിടെ പാളിപ്പോയി വീഴുന്നതെന്ന് അറിയാവും. ഇതൊന്നും ആരും നോക്കാനേ ഇവിടെ വന്ന് ഒരു മനുഷ്യരെ നോക്കത്തില്ല. അതാണ് അവർ പറയുന്നത്. ഈ നിലവിലത്തെ ഒരു അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സാധാരണ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത് നിങ്ങളൊക്കെയാണ് അല്ലേ? ഹലോ അവിടെ നിൽക്ക്, ചോദിക്കട്ടെ ചേട്ടാ. ഇവരിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതായത് ബീച്ചാണ്, പ്രധാനപ്പെട്ട ഇടമാണ്, ഇവിടെ ശൗചാലയങ്ങളില്ല, സഞ്ചാരികളെ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഏത് വാർഡുകാരനാ? ഞാൻ വാടക്കൽ. വാടക്കൽ എങ്ങനെയുണ്ട്? വാടക്കൽ കുഴപ്പമില്ല. നല്ല മത്സരമാണോ? അതെ. ഏത് മുന്നണികൾ തമ്മിലാണ് മത്സരം വരുന്നത്? അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് BG വിഷ്ണു, UDF സ്ഥാനാർത്ഥിയായിട്ട് ജോൺ ബ്രിട്ടോ എന്ന് പറയും. നല്ല മത്സരമാണല്ലേ ഇവിടെ? അത്യാവശ്യം നല്ല മത്സരമാണ്. വാടക്കലുകാർ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞിരുന്നത് നിങ്ങളുടെ റോഡാണല്ലേ? ഒരു തീരദേശ റോഡ്, അത് കുറേ കാലം കടന്നു ആ റോഡ്. അത് ഇപ്പം ഈ പ്രാവശ്യം അത് വാടപ്പുഴി പാലം എന്ന് പറയും. അത് ഒത്തിരി നാളായിട്ട് യാതൊരുവിധ പുരോഗമനവും ഇല്ലാതെ കിടന്നൊരു സ്ഥലമാണ്. ഇപ്പം അത് ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ആലപ്പുഴ ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്പേസ് ആണ്. ടൂറിസം കുറച്ച് ഇങ്ങനെ വ്യാപിച്ച് ഓരോ ഇടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങളുടെ അടുത്ത് എങ്ങനെയുണ്ട്? ഞങ്ങളുടെ അടുത്ത് കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള വികസനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും. ആർക്കാ സാധ്യത? അവിടെ LDF-നാണ് സാധ്യത. LDF-നാണ് സാധ്യത. അതെ, തീർച്ചയായിട്ടും. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവര് പറയുന്ന ശൗചാലയങ്ങളില്ല, മറ്റു പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് തോന്നുന്നത്? എന്തൊക്കെ നടപ്പിലാക്കണം? സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രശ്നമുണ്ട് ഏകദേശം. അതായത് നമ്മളൊരു 6 മണി 7 മണി കഴിഞ്ഞാൽ ഇവിടെ വന്ന് ചോദിക്കും ബീച്ച് ഏതാണെന്ന്. ഇവിടെ വരുന്ന ഒരു ടൂറിസ്റ്റ് ആണെങ്കിലും ബീച്ച് കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നുകൊണ്ട് നമ്മളോട് ചോദിക്കും ബീച്ച് ഏതാണെന്ന്. കേൾക്കണം, നമ്മള് ആലപ്പുഴയുടെ ബീച്ചിന്റെ ഹൃദയഭാഗത്താണ് നിൽക്കുന്നത്. അതായത് അവർക്ക് ബീച്ച് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ലൈറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഇവിടുത്തെ ഈ പരിപാടി പണിയൊക്കെ വന്നപ്പോൾ എടുത്ത് മാറ്റിയത്. അതിനുശേഷം ലൈറ്റ് വളരെ പണിയിറക്കുമ്പോഴല്ലേ സത്യത്തിൽ ലൈറ്റ് വേണ്ടത്. അത് മാത്രമല്ല, രാത്രി ആയി കഴിഞ്ഞാൽ ഈ റോഡിലൂടെയുള്ള വാഹനം, അതായത് ഈ ഇവിടെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാഹനങ്ങളുടെ പോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ്. രാത്രി ആയി കഴിഞ്ഞാൽ നല്ല വേഗത്തിലാണ് ഇവന്മാർ പോകുന്നത്. അതൊന്നും ഇവിടെ ആരും നിയന്ത്രിക്കാനും ചോദ്യം ചെയ്യാനൊന്നും ആരും വരാറില്ല. രാത്രി ആയി കഴിഞ്ഞാൽ അടിച്ച് പറപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് മാത്രമല്ല, പൊടി അപകട സാധ്യതയല്ലേ? നേരത്തെ എന്ന് പറഞ്ഞാൽ ബൈപ്പാസിന്റെ പണി നടക്കുന്ന സമയത്ത് പൊടി അടിച്ചു മാറ്റുന്നതിന് വേണ്ടി ഒരു പ്രത്യേക വാഹനം ഉണ്ടായിരുന്നു. നനച്ചു പോവുകയും ചെയ്യും, പൊടി തട്ടിക്കളയായിരുന്നു. ഇത് ഈ പൊടിയുടെ ഇതിൽ തന്നെ അവന്മാർ നല്ല സ്പീഡിൽ അങ്ങ് പറത്തിക്കൊണ്ട് പോവുക. ഇവ ഓടിക്കുന്നവന്മാർക്ക് ലൈസൻസ് ഉണ്ടാവും, ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. വെച്ച് അങ്ങ് പറപ്പിച്ചുകൊണ്ട് പോവുക. അതാണ് ഇപ്പം കണ്ടുകൊണ്ടുവരുന്നത്. അതാണ് പറയുന്നത്. അതായത് ഇത് നിർമ്മാണം നടത്തുന്നത് ദേശീയപാത വിഭാഗമാണെങ്കിൽ പോലും
ഈ ബീച്ചിലേക്ക് വരുന്ന ആളുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് തുറമുഖ വകുപ്പും ഒപ്പം തന്നെ നഗരസഭയും സംയുക്തമായി ചേർന്നാണ്. പക്ഷെ അത്തരം കാര്യങ്ങളിൽ പരാതിയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ നിരവധി ഓട്ടോചേട്ടന്മാർ നമ്മളോടൊപ്പമുണ്ട്. ഇവരാണ് ഏറ്റവും അധികം ഇവിടെ വരുന്ന ആളുകളുമായി മിങ്കിൾ ചെയ്യുന്നത് ഇവരാണ് എന്നുള്ളതാണ്. ആലപ്പുഴ മീൻ വിഭവങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ്. ഏറ്റവും നല്ല മീൻകറി കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേരളത്തിലെ ആലപ്പുഴ. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ആലപ്പുഴയിൽ മീൻ മാത്രമല്ല, അവർ പാമ്പിനെ കൂടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അഴിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. എന്തായാലും പാമ്പിനെ കൂടെ പിടിച്ചുകൊണ്ട് വന്ന ചേട്ടന്മാരോട് തീരദേശത്തിലെ വിഷയങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചോദിക്കാം. കാരണം പൊന്തുവെള്ളങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിസന്ധി പല ഘട്ടങ്ങളിലും നേരിട്ടിരുന്നു അല്ലേ? അപ്പം എന്താ അവസ്ഥ? എന്താ അവസ്ഥ? ഇപ്പോൾ അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മീനുകൾ കുറഞ്ഞ മീനാണ്. ഇതൊന്നും വിലയില്ലാത്ത മീനുകളാണ്. ഈ മീനുകളൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ഒരു ജീവിതം. ഇത് താട എന്ന് പറയുന്ന ഒരു മീനാണ്. അത് അറിയുന്നവർ വാങ്ങിച്ചുകൊണ്ട് പോകും, അല്ലാത്തവര് വാങ്ങിക്കാറില്ല. ഇത് പൊടിമീന്റെ ഗണത്തിൽ വരും അല്ലേ? ഗണത്തിൽ പെടുന്നതാണ്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉള്ള മീനാണ്. പക്ഷെ ഞങ്ങളൊരു ജീവിതം ഫ്രൈ ചെയ്താൽ അടിപൊളിയാണ്. ഇത് മുള്ളൊക്കെ പൊടിഞ്ഞ് നമുക്ക് നല്ല ടേസ്റ്റ് ആണ്. അത് ഇപ്പോഴത്തെ തലമുറക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. പഴയ കാലത്തുള്ള ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാൽ മാംസമുള്ള മീൻ വേണം, മുള്ളില്ലാത്ത മീൻ വേണം. അല്ല, മുള്ളുള്ള മീനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. കാര്യം വെച്ചാല് മുള്ളിനോട് ചേർന്നിരിക്കുന്നതാണ് മാംസത്തിനാണ് ടേസ്റ്റ്. നിങ്ങളുടെ ഒരു ജീവിതം എങ്ങനെ പോകുന്നു? ഞങ്ങളൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ 5 മണിക്ക് ഇറങ്ങിയതാ ഞാൻ. ഏത് വാർഡിലെ ഓട്ടറാ? ഈ സിവിൽ സ്റ്റേഷൻ വാർഡില്ല. സിവിൽ സ്റ്റേഷൻ വാർഡ് എങ്ങനെയുണ്ട്? വാർഡ് എങ്ങനെയുണ്ട്? പഴയതുപോലെ തന്നെ. വാർഡിനൊന്നും ഒരു കുഴപ്പമില്ല. പഴയതുപോലെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പഴയതുപോലെ തന്നെ സിവിൽ സ്റ്റേഷൻ വാർഡ് ഞങ്ങൾ കാണുന്ന ആൾക്കാർ തന്നെ ഡെയിലി കാണുന്നത്. പിന്നെന്ന് പറഞ്ഞാല് മാറ്റങ്ങളൊന്നും ഇല്ല. വികസനത്തിലോ ഒരു മാറ്റവും ഇല്ല. ഒരു മാറ്റവും ഇല്ല. ഭരണം മാറണം. അതെ, അതായത് നിലവിലെ LDF ആണ് ഭരിക്കുന്നത്. ആര് ഭരിച്ചാലും ഭരണം മാറണം. ഭരണം മാറണം. ആര് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയില്ല, രാഷ്ട്രീയവും ഇല്ല. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഭരണം മാറിക്കൊടുത്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, ഞാനിപ്പം ഈ രാവിലെ പോയി അധ്വാനിച്ചാലേ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ ഭരണവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഭരണം മാറണമെന്നല്ല, ഒരു ചേഞ്ച്. ഈ ഒറ്റയടിക്ക് തന്നെ ഒരു കൂട്ടര് തന്നെ ഭരിക്കുകയാണെങ്കിൽ അത് മാറി വരുന്നതാണ് നല്ലത് അല്ലേ? അല്ല, മാറി വരുന്നതാണ് നല്ലത്. അന്നേരം അവര് ചെയ്യുന്ന ഇവര് ചെയ്യുന്ന ഒറ്റയടിക്ക് തന്നെ ഇപ്പൊ നമ്മളെ 70 വയസ്സാണ് നമുക്ക് ശരാശരി ഒരു മനുഷ്യന്റെ ജീവിതം. ഈ 70 വർഷവും ഒരാൾ തന്നെ ഭരിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് ജീവിതം? മനസ്സിലായ? നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഭരണങ്ങൾ മാറി തലമുറകള്. സിവിൽ സ്റ്റേഷൻ വാർഡ് ആലപ്പുഴ നഗരസഭയോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡ് കൂടിയാ അല്ലെ? കളക്ടറേറ്റ് ഉൾപ്പെടെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാ. അവിടെയാണോ വികസനം ഇല്ലാന്ന് പറയുന്നത്? മുനിസിപ്പാലിറ്റി ഏരിയയാണ്. അതെ, കളക്ടറേറ്റ് ഒക്കെ നിൽക്കുന്ന ഒരിടം അല്ലെ സിവിൽ സ്റ്റേഷൻ. ഈ മുനിസിപ്പാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ സർക്കാരിനെ കൊണ്ടോ ഒരു നേട്ടങ്ങളും ഇല്ല. അതായത് ഓരോ കൗൺസിലർമാരുണ്ട്, അവർക്ക് ഇച്ചിരി ഇമേജുള്ള കൗൺസിലർമാർ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. ഇപ്പോൾ ഈ സിവിൽ സ്റ്റേഷൻ പറഞ്ഞ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ആ കൗൺസിലൊന്നും അയാളുടെ ചേട്ടനും അവിടെ പാരമ്പര്യമായിട്ട് ആ കൗൺസിലിന്റെ ആൾക്കാരെല്ലാം അവിടെ കൗൺസിലറുമായിട്ട് ആ ബന്ധപ്പെട്ട് ഈ ഏരിയ സിവിൽ സ്റ്റേഷൻ എപ്പോഴും നൗഫൽ രാജേഷൊക്കെ അത്യാവശ്യം സാധ്യതയുള്ള ആളല്ലേ? അല്ല, മനോജ് മുൻ കൗൺസിലറാണ്. സാധാരണക്കാർക്ക് എന്തെങ്കിലും സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. ഇത് ആദ്യപടിയല്ലേ LDFന്റെ രാജേഷ്? നമുക്ക് അതിനോട് താല്പര്യമില്ല പറയാൻ. അത് ആർക്കും സാധ്യത മുൻപ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ജനങ്ങൾ വിചാരിക്കണം. LDF UDF തമ്മിലാണോ? അല്ല, BJP ഇതിൽ ഉണ്ട്. BJPക്ക് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഒരു പ്രത്യേകത ആ സ്ഥാനാർത്ഥിക്കുണ്ട്. സ്ഥാനാർത്ഥികളെ ഒരുപക്ഷെ രാഷ്ട്രീയമാണോ നോക്കുന്നത് നിങ്ങൾ, അതോ സ്ഥാനാർത്ഥികളെയാണോ നോക്കുന്നത്? വ്യക്തിപരമായിട്ട് പുള്ളി ഈ വാർഡിലുള്ളതാണ്. അപ്പൊ പുള്ളിക്ക് ഈ വാർഡിൽ നിന്ന് കുറച്ച് വോട്ടുകൾ അയാൾ ശേഖരിക്കും. അതിന്റെയൊക്കെ അതാണ് പറഞ്ഞത്, കട്ടിയായ മത്സരമായിരിക്കും. ആളുകളെ നോക്കിയാണോ വോട്ട് ചെയ്യുന്നത്, അതോ രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയാണോ? മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആൾക്കാരെ നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യുന്നവർക്ക് നമ്മൾ വോട്ട് ചെയ്യത്തുള്ളൂ. അതിപ്പം വ്യക്തിപരമായ കാര്യമാണ്. നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചാലും ശരി, അത് വ്യക്തിപരമായിട്ട് ചിലപ്പം നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് ചെയ്യും, അത്രയേ ഉള്ളൂ. എന്ത് തോന്നുന്നു ഇത്തരം തെരഞ്ഞെടുപ്പ് എങ്ങനെയാവുന്നു? നല്ലത് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യും, അവർ അധികാരത്തിൽ വരും. ഇത്ര കാര്യം. എവിടുത്തെ ആളാ? എവിടെ താമസിക്കുന്ന ആളാ? ആലപ്പുഴ തന്നെ. ഏത് വാർഡാ? ആലപ്പുഴ വട്ടയാളുടെ. വട്ടയാൾ എങ്ങനെയുണ്ട് ഇത്തവണ? കുഴപ്പമില്ല, നല്ല പട്ടക്കേട്ടിരിക്കും. എല്ലാവരും നല്ല മത്സരരംഗത്താണ്. എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും ഉണ്ട്. അതെല്ലാവരും അറിയാം. എന്താ പറയാനുള്ള ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ജീവിതമാണ്. ഇപ്പൊ ഇറങ്ങി രാവിലെ 5 മണിക്ക് ഇറങ്ങി.
ഇതിനേക്കാളൊക്കെ കിട്ടുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല, കിട്ടുന്നുണ്ട്. ആലപ്പുഴയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആലപ്പുഴക്കാർ വളരെ ശ്രദ്ധയോടുകൂടി രാഷ്ട്രീയം നോക്കിക്കാണുന്ന ആളുകളാണ്. അവർ ഓരോ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഒന്ന് കുറിച്ചിട്ടുണ്ട്. അത് അവർ ആ തെരഞ്ഞെടുപ്പ് ദിവസം അത് പ്രകടമാക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആലപ്പുഴ നഗരസഭയിലെ പ്രധാനപ്പെട്ട തീരദേശ വാർഡുകളെല്ലാം തന്നെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ തെരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ നേർക്കാഴ്ചകൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ഇടങ്ങളിലെയും പോലെ തികച്ചും ആവേശകരമാണ് ആലപ്പുഴയും. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ഗോകുലിനൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.